അതിജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അത് തന്നെയാണ് മോശ ചെയ്തിട്ടുള്ളത്, അത് തന്നെയാണ് ദാവീദും ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ നാമും അതിന്റെ പിൻഗാമികളായിട്ട് മുൻപോട്ട് പോകാം. ഞാൻ എൻ്റെ വാക്കുകളോട് ചുരുക്കട്ടെ. ഈ ഭദ്രാസനം നന്നായി വികസിച്ച് ഒരു വളരെ എല്ലാവർക്കും ഇത് നമ്മളെ ഭദ്രാസനം നന്നായി ചെയ്തു, ഏറ്റവും അതിനെ ചെയ്യാവുന്നിടത്തോളം ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഈ ജൂബിലി വർഷം ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ജന്മവും പിറന്നാളും ഒക്കെ ആഘോഷിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊക്കെ നമുക്കൊരു പ്രചോദനമായിരിക്കട്ടെ. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി, ഈ ഭദ്രാസനത്തിന് വേണ്ടി, ബലഹീനായിരിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഒരിക്കൽ കൂടെ ഇവിടെ വന്നു സമ്മേളിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരോടും സദസ്സിലുള്ള എല്ലാവരോടും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടും ഒക്കെ ഈ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ വ്യക്തിപരമായ നിലയിലും ഒക്കെ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്താക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തെ വാഴ്ത്തി പ്രതിസന്ധികളെയും ദൈവത്തോടെ നേരിടുവാൻ തക്കവണ്ണം എന്നെ ഓർമ്മിച്ച പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്ക് നന്ദികൾ സമർപ്പിക്കുന്നു. ആശംസ പ്രസംഗത്തിനായി ഈ ഭദ്രാസനത്തിന്റെ സീനിയർ വൈദികനായ ഡോക്ടർ ഫാദർ PC സൈമൺ അവരുടെ സാദരം ക്ഷണിക്കുന്നു. പരിശുദ്ധ ബാവാതിരുമേനി, മെത്രാപ്പൊലീത്ത തിരുമേനി, സ്നേഹമുള്ള വൈദികരെ, സഭാവിശ്വാസികളെ, 1985 കുന്നോൾ ഭദ്രാസനം ഉദ്ഘാടനം ചെയ്ത് ബിഷപ്പ് കുണ്ടുകുളം ITC സ്ഥലത്ത് വെച്ചാണ് അവിടെ ഉദ്ഘാടനം നടന്നത്. വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ആ ഉദ്ഘാടനം നടന്നു. 25 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും സുന്ദരമായ മനോഹരമായ ഈ അരമന ഇവിടെ പണിയുവാനും അതിൽ വെച്ച് നടത്തുവാനുള്ള കൊല്ലം ഇടയായി. 1-ാം പുൽക്കോടി തിരുമേനിയും 2-ാം പുൽക്കോടി തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും മലങ്കര മെത്രാപ്പൊലീത്തായുടെ കാലത്ത് കൊച്ചി ഭദ്രാസനത്തിന്റെ നേരിട്ടുള്ള ചുമതലി ഈ ഭദ്രാസനം കൊച്ചി വഹിച്ചു. അതിനുശേഷം 1934 പരിശുദ്ധ കാതോലിക്ക ഗീവർഗീസ് കാതോലിക്ക ബാബ തിരുവനന്തപുരത്ത് 1934 പട്ടമേറ്റു മുതൽ മലങ്കര മെത്രാപ്പൊലീത്തായും കാതോലിക്കായുമായുള്ള ഒരുമിച്ചുള്ള സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ 1959 വരെ ഈ ഭദ്രാസനം പരിശുദ്ധ കാതോലിക്ക ബാവയുടെ നേരിട്ടുള്ള ബന്ധത്തിലായിരുന്നു. ആ സമയത്താണ് ഇവിടെയുള്ള എല്ലാ ഇടവപ്പെട്ടക്കാരും മരിച്ചുപോയ എല്ലാവരും ബലഹീനായ ഞാനും പട്ടമേറ്റത്. അന്ന് ബാബാതിരുമേനിയെ പരസ്യമായി വെച്ചാണ് കൽപ്പന നൽകുന്നത്. വീണ്ടും കാര്യങ്ങൾ തിരിഞ്ഞു. ഈ 51 കൊല്ലത്തിന് ശേഷം വീണ്ടും ഈ പരിശുദ്ധ തൃക്കൈയിലേക്ക് ഈ ഭദ്രാസനം വന്നെത്തിരിക്കുകയാണ്. 51 കൊല്ലം. 1959 വരെ ബാബായും 1959 മുതൽ 62 വരെ കാലഞ്ചീയമാർമേയും 62 മുതൽ 66 വരെ കുംഭമണ്ഡലയുടെ ദാനിയന്മാർ തിരുമേനിയും 66 മുതൽ 85 വരെ കാലഞ്ചീയ പിതാക്കന്മാരായ തിരുമേനിയും പോലിക്കൽ സുന്ദരിയെയും ഭരണം നടത്തി. വീണ്ടും അത് ഇപ്പോൾ വീണ്ടും മലങ്കര മെത്രാപ്പൊലീത്തായുടെ നേരിട്ട ഭരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. അഭിവൃദ്ധിച്ചുകൊണ്ട് ഈ ഭദ്രാസനത്തിൽ വളരെ യാത്രകൾ അനുഭവിച്ചുകൊണ്ട് ഉയർന്ന സ്ഥാനത്തേക്ക് പ്രവേശിച്ചു വന്നുകൊണ്ട് ഇടയാക്കി നമ്മളെല്ലാം സന്തോഷിക്കുകയും പ്രത്യേക നമുക്ക് അതിൽ സന്തോഷവും അഭിമാനമുണ്ട്. ഏറ്റവും മലങ്കരയുടെ ഉന്നതമായ സ്ഥാനത്തേക്ക് ചെല്ലുവാനുള്ള ദർശനത്തോടുകൂടി അന്നത്തെ വട്ടക്കുന്നായ ബാവ പ്രധാൻ ബാവ തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് വായിച്ചപ്പോൾ അന്ന് വഴിയിൽ പോയ ഒരു മേലും അംഗം പറഞ്ഞു. എല്ലാ പേരുകളും ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ട്. ആ നേരത്ത് നമ്മളുടെ പേര് വന്നപ്പോൾ പോൾ MA BD
എറണാകുളം കോളേജ് പഴകി ഇങ്ങനെ 8-9 ക്വാളിഫിക്കേഷൻ വായിച്ചുകൊണ്ട് പട്ടക്കുന്നേൽ ബാബ ഭഗവൻ ബാബ അത് വായിക്കുകയും ആ സമയത്ത് എല്ലാവരും കൈയടിക്കുകയും ചെയ്തു. ബാബായ്ക്ക് ദർശനമുണ്ടായിരുന്നു. കുന്നോൾ മദ്രാസം ഉണ്ടാകണം, ഈ മദ്രാസത്തിൽ നിന്നൊരു മേൽപ്പെട്ടക്കാരുണ്ടാകണം, ആശുപത്രി കോളേജ് ഉണ്ടാകണം. അത് വലിയ നേട്ടമാക്കി കരുതി. ഞാൻ വാക്കുകൾ അതിൽ തെളിയിപ്പിച്ചില്ല. നമ്മൾ ഇതിലേക്ക് വേണ്ടുന്ന ആയുസും ദീർഘായുസും കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും പ്രത്യേകം അവിടെ പ്രാർത്ഥിക്കുകയും ഈ മദ്രാസത്തിന് വേണ്ടി നമ്മുടെ കുർബാനകളിൽ പ്രാർത്ഥന നോക്കുകയും ചെയ്യാൻ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. നമസ്കാരം. ഗതകാല സംഭവങ്ങൾ അയവിറക്കി ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ബഹുമാനപ്പെട്ട സൈനികനെ നന്ദി കരയേറ്റുന്നു. ചേർന്ന് പ്രവർത്തിക്കുന്ന റവറൻ മാത്യൂസ് റമ്പാൻ അവരുടെ സാധനം. ദൈവത്തിന്റെ വലിയ നാമം മോശപ്പെടുത്തി ഈ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിവന്ദനായ യൂലിയോസ് ജൂബിലേറിയൻ ആയ പരിശുദ്ധ ബാബുതിരുമേനി, അധ്യക്ഷ വേദിയിൽ ഉപേക്ഷിതായിരിക്കുന്ന വന്ദരായ ആശംസാ പ്രാസംഗികരെ, കുന്നംകുളത്തിന്റെ വീരപുത്രന്മാരായ വന്യവേദികരെ, മറ്റ് വിശ്വാസികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇവിടെ വന്ന് കഴിഞ്ഞ് വീണ്ടും കിട്ടിയൊരു സൗഭാഗ്യമാണ് ഈ വേദിയിൽ 2 വാക്ക് പറയുവാനുള്ള അവസരം. അതിനായിട്ട് ആദ്യം ദൈവത്തെ സ്തുതിക്കുകയും സംഘാടകരെ നന്ദി സ്മരിക്കുകയും ചെയ്യും. മനസ്സുകൊണ്ട് റൂളിംഗ് നടത്തിയിട്ടുണ്ട്. ചുരുക്കമായിട്ട് പറയാവുള്ളൂ. നന്നായി എനിക്ക് കുന്നംകുളത്തിന്റെ ചരിത്രം അറിയില്ല, പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ബാലമനസ്സോട് കൽപ്പിച്ചായിരുന്നു, സത്യവുമാണ്, എല്ലാവരുടെയും വയറ് വെച്ചിരിക്കുക. പക്ഷെ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് നമ്മുടെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ നല്ലൊരു പുഞ്ചിരിയും എല്ലാവർക്കും ഒരു ഊർജ്ജസ്വലതയുണ്ട്. ഒരു നല്ല വേനൽക്കാലത്ത് ടാറിന്റെ വഴിയുടെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ പ്രത്യേക ഒരു ഹീറ്റ് വേവ് അടിക്കും എന്ന് പറഞ്ഞതുപോലെ കുന്നംകുളത്തിന്റെ ഭദ്രാസന ആസ്ഥാനമായ ഈ ഭദ്രാസനത്തിന്റെ കേന്ദ്രബിന്ദു ആയിരിക്കുന്ന പരിശുദ്ധ ബാബുതിരുമനസിന്റെ ആസ്ഥാനമായിരുന്നു, ഇപ്പോഴും ആയിരിക്കുന്നു. ഈ ദേവാലയം ഉൾക്കൊള്ളുന്ന ഈ സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ നിൽക്കുമ്പോൾ കുന്നംകുളത്തിന്റെ ഒരു ആത്മീയമായ ഒരു സ്പിരിച്വൽ വേവിന്റെ ഒരു ശരിയായ ഒരു ഫീലിംഗ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നത് മാത്രമേ പരിശുദ്ധ ബാബുതിരുമനസ് കൊണ്ട് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഏതായാലും ക്ഷമാപണത്തോട് പറയുകയാണ്. മുളന്തുരുത്തി ഭാഗത്ത് നിലകൊള്ളുന്ന പ്രവർത്തിക്കുന്ന കണ്ട്രാടന്മാർ ഗ്രിഗോറിയോസ് ആശ്രമത്തിന്റെ ബിഷപ്പാണ് പരിശുദ്ധ ബാബുതിരുമനസ്. കാലം ചെയ്യുന്ന കാലം വരെയും മാത്യുസ്തേൻ ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഇദ്ദേഹമാണ് ഇപ്പോൾ ബലഹീനരായ ഞങ്ങളെ ആത്മീയമായി നയിച്ചു കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവര് 25 വർഷം പൂർത്തിയാക്കുന്ന ആക്കിയിരിക്കുന്ന ഈ ഭദ്രാസനം, അതിന്റെ രജത ജൂബിലി, സിൽവർ ജൂബിലി, വെള്ളി, അത് പൊന്നായി, ഗോൾഡനായി, വജ്രമായി, ഡയമണ്ടായി പ്രവർത്തനത്തിൽ ആത്മീയതയും ഉത്തരവത്തിനെയും പരിശോധിക്കട്ടെ. ഇത് പരിണമിക്കുവാൻ ആത്മീയമായ എല്ലാ ആത്മീയ പിതാക്കന്മാർക്കും എല്ലാ ആത്മീയ വൈദികർക്കും ദൈവം അവരുടെ കരങ്ങൾക്ക് ശക്തി പോരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തിന്റെ ഫോർമേഷൻ സമയത്ത് തന്നെ അതിന്റെ സാരഥിയായി, ഇപ്പോൾ പരിശുദ്ധ സഭയുടെ പ്രഥമ സാരഥിയായി മലങ്കര സഭാനൗകയെ നയിക്കുന്ന പരിശുദ്ധ ബാബുതിരുമനസിന്റെ സ്ഥാനാഭിഷേകം മദ്രായിട്ട് 25 വർഷം തികയുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ആശ്രമത്തിൻ്റെതായ എല്ലാ അഭിവാദനങ്ങളും
അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ പാതാരബന്ധനങ്ങളിൽ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ സമാപന സമ്മേളനത്തിൽ സംബന്ധിച്ചതുപോലെ തന്നെ സമാരംഭ സമ്മേളനത്തിലും ബലഹീനനായ ഞങ്ങൾ സംബന്ധിച്ചിരുന്നു. നമ്മളെല്ലാവരും ഒരു വർഷത്തോളം വളരെ വിപുലമായി ആഹ്ലാദത്തോടുകൂടി ആത്മീയതയോടുകൂടി ആചരിച്ചു ആഘോഷിച്ചു ഇവിടെ സമാപിക്കുന്നു. ഭദ്രാസനം ഇതുപോലെ തന്നെ പ്രവർത്തനോന്മുഖമായി ആത്മീയമായി വളരട്ടെ. അതോടൊപ്പം അതിനേക്കാൾ ഉപരി പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് പരിശുദ്ധ സഭയെ ഭരിക്കുവാൻ തക്കവണ്ണം ആത്മീയമായി കാലം കോളം നിറഞ്ഞതായ ഈ പരിശുദ്ധ സഭയിലൂടെ ആത്മീയ നൗകയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം യഥാർത്ഥ ആത്മീയം നിറഞ്ഞ കപിതാനായി അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി ആത്മീയത ദൈവതമ്പുരാൻ പകരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ ആഘോഷവും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാം എല്ലാം ചിതറിപ്പോകും. പക്ഷെ കുന്നംകുളത്തിന്റെ വീരപുത്രന്മാർ ഒരിക്കലും ചിതറിപ്പോവുകയില്ല. സഭയുടെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കോളേജിലെ വിദ്യാർത്ഥി ആഗതനായി പഠനം പൂർത്തീകരിക്കുന്ന സമയം അതുവരെ വളരെയധികം സന്തോഷവാനാണ്. സാധാരണ പച്ചമലയാളത്തിൽ ഇപ്പോൾ ഒക്കെ പറയുന്നത് നേരത്തെ കഴിഞ്ഞു അടിച്ചു പൊളിച്ച് ജീവിക്കും. വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല, പഠിക്കണം, പക്ഷെ വളരെ സ്മാർട്ട് സന്തോഷമാണ്. പക്ഷെ ആ വിദ്യാർത്ഥി തന്നെ ആ വിദ്യാലയത്തിലെ ഒരു ജൂനിയർ ലെക്ചറായി പിന്നീട് പ്രൊഫസറായി തീരുമ്പോൾ ഗ്രാജുവലായിട്ട് the responsibility becomes more high and great and important. കൂടുതലായിട്ട് ആ ചുമതല വലുതാകുന്നു, വലിയതാകുന്നു, ഗൗരവമേറിയതാകുന്നു. അവിടെ നിന്നും ആ പ്രൊഫസർ ആ കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് ഉയർന്നാൽ എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കണം? ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, പരിശുദ്ധ ബാബാ മനസ്സുകൊണ്ട് ആത്മീയ കോളേജാകുന്ന പരിശുദ്ധ മലങ്കര സഭയുടെ പ്രിൻസിപ്പളായി പ്രഥമ സാരഥിയായി തീർന്നിരിക്കുകയാണ്. പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാബാ മനസ്സുകൊണ്ട് ആശ്രമത്തിൽ എഴുന്നള്ളി പരിശീലനായി കാണപ്പെട്ടപ്പോൾ ബലഹീനായി ഞാൻ ചോദിച്ചു, ബാബാ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, ഇത്രയും വേണമെന്നുള്ള അർത്ഥത്തിൽ വളരെ താഴ്മയോട് ചോദിച്ചപ്പോൾ, മോനെ ഓടുന്ന വണ്ടി നിൽക്കൂ, ബ്രേക്ക് ഡൗൺ ആവുകയാണ്. ഓടാത്തത് ബ്രേക്ക് ഡൗൺ ആവുമെന്ന് പറയോ? ഇല്ല, കാലം നീരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് നടക്കും. അപ്പോൾ അതിനകത്ത് രണ്ടാം പറഞ്ഞവർ കൂട്ടിച്ചേർത്തു, ഈ കസേര എല്ലാവരും വിചാരിക്കും ഉയർന്ന കസേര, മഹത്വമേറിയ കസേര, ശരിയാണ്. പൊള്ളുന്ന കസേര, പൊള്ളുന്ന കസേര. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ആത്മീയമായ പൊള്ളലിൽ ആത്മീയമായ നിറവിൽ നമ്മെ നയിക്കുവാൻ പരിശുദ്ധ പിതാവിന് ദൈവം ശക്തി കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ബലം ഉണ്ടാകുവാൻ, ഉണ്ടായ ഫലം നിലനിൽക്കുവാൻ ആവശ്യമാണ്. പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഉറപ്പിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. ഒരു ഫലം ഉണ്ടാകുവാൻ വലിയ വിഷമമില്ല, പക്ഷെ ഉണ്ടായ ഫലം നിലനിൽക്കണമെങ്കിൽ അതിന്റെ വെതറും ക്ലൈമറ്റും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കണം, നല്ലതായിരിക്കും. ആത്മീയമായ പരിശുദ്ധ സഭ മലങ്കര സഭയിൽ പ്രഥമ സാരഥിയായി നിലകൊള്ളുന്ന വിരാജിക്കുന്ന പരിശുദ്ധ ബാബാ മനസ്സുകൊണ്ട് വേണ്ടതായ തരത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ, നല്ല ആത്മീയ അന്തരീക്ഷം ഉളവാകുവാൻ, വളവും വെള്ളവും എത്തിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയും നോമ്പും ജാഗരണവും അദ്ദേഹത്തോടൊപ്പം നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ. അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി ഉത്തരവാദിത്തം പകരട്ടെ. ഈ വേദിയിലേക്ക് ബലഹീനനായ ക്ഷണിച്ചിട്ടുള്ള അവസരത്തിന് എല്ലാവർക്കും നന്ദിയും സ്നേഹവും. പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മാർക്കണ്ട്രാട് മാർ ഗ്രിഗോറിയോസ് ആശ്രമത്തിന്റെ വിസിറ്റ് ബിഷപ്പാണ്. ആശ്രമത്തിന്റെ എല്ലാ നന്ദിയും കൃതജ്ഞതയും സ്നേഹവും ആശംസകളും തൃപാദത്തങ്ങൾ സമർപ്പിക്കുന്നു. അധ്യക്ഷ
പ്രാസംഗികൻ അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ ഒരു ക്ഷമിക്കണം തിരുമേനി പറയുന്നത് തെറ്റാണ്, ഒരു പുലിയുടെ ശബ്ദം പോലെ തോന്നി. ബലിക്കോട്ടിൽ അച്ഛൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇപ്പോൾ രാജാവായിട്ട് മാറി വരുന്നത് യൂലിയോസ് പിതാവ് പോലെ. ഇതുപോലെ വീരപുത്രന്മാരായി വീണ്ടും വീണ്ടും പരിശുദ്ധ പിതാക്കന്മാർ ഈ ഭദ്രാസനത്തിൽ ഉയർന്നു വരട്ടെ. ഉയർന്നു വന്നിട്ടുള്ള പിതാക്കന്മാർക്ക് തോളോട് ചേർന്ന് സൈഡിൽ ചേർന്ന് നിന്നുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് മുമ്പിൽ നിന്നുകൊണ്ട് പിറകിൽ നിന്നുകൊണ്ട് സൈഡ് ബൈ സൈഡ് നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നും ധ്യാനിച്ച് അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ പിതാവിനെ അനുഗ്രഹിക്കട്ടെ, ഉയർന്നനായ യൂലിയോസ് തിരുമേനിയെ അനുഗ്രഹിക്കട്ടെ, ഇവിടെയുള്ള വൈദികനെ അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള ഈ ഭദ്രാസനം ഉത്തരവാദിത്തം പുരോഗമിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും പ്രത്യേകിച്ച് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധ പിതാവിന് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആശംസ അർപ്പിക്കുവാനുള്ളത് നമ്മുടെ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രൊഫസറും ദിവ്യബോധന കോർഡിനേറ്ററും ഈ ചാപ്റ്ററിന്റെ ചാപ്റ്ററുമായിട്ടുള്ള റവറൻഡ് ഫാദർ എബ്രഹാം തോമസ് അവരുടെ സാരക്ഷൻ. പരിശുദ്ധ തിരുമേനി, അഭിവന്യ യൂലിയോസ് തിരുമേനി, സ്നേഹമുള്ള വൈദികരെ, പ്രിയ സ്നേഹിതരെ, വളരെ ചുരുക്കമായി ആശംസ അർപ്പിക്കുന്നു. സങ്കീർത്തനം 42 ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സ്നേഹവും സ്തോത്രവുമായ സ്വരത്തോടു കൂടി ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. നമ്മളുടെ ഓർമ്മകൾ നമ്മൾക്ക് ഉത്സവങ്ങളാണ്. അത് നമ്മളെ ആധ്യാത്മികമായി പരിപോഷിപ്പിക്കുന്നതാണ്. ഈ പൂർവ്വകാല 25 വർഷത്തിന്റെ ഓർമ്മകൾ നമ്മെ കൂടുതൽ ചൈതന്യം നൽകി മുമ്പോട്ട് നയിക്കട്ടെ. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ ജൂബിലി സങ്കല്പത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 7 വർഷം കൂടുമ്പോൾ ശബത്, 7 49 വർഷത്തിന് ശേഷം 50-ാം വർഷം യോബേൽ സംവത്സരം. ആ സംവത്സരത്തിൽ ദൈവത്തോടും മനുഷ്യരോടും സഹജീവികളോടും സമസൃഷ്ടികളോടുമുള്ള സർവബന്ധങ്ങളെയും പുനരാലോചന നടത്തി പുതുക്കം പ്രാപിച്ച് മുമ്പോട്ട് പോകുവാനുള്ളതാണ്. പൂർവ്വകാലത്തെ ഓർക്കുക മാത്രമല്ല ജൂബിലി എന്ന് പറയുന്നത്, മുമ്പോട്ടുള്ള കൂടുതൽ ചൈതന്യം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ്. അതിന് നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാവ തിരുമേനിക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ. പൗരസ്ത്യ ഓർത്തഡോക്സ് വിശ്വാസപ്രകാരം മെത്രാച്ചൻ, ബാവ തിരുമേനി എന്നെല്ലാം പറയുന്നതിന് ഒരു ദൈവശാസ്ത്രമുണ്ട്. സാക്രമെന്റൽ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ കൗദാശിക സാന്നിധ്യമാണ്. അതുകൊണ്ട് കേട്ടത് മധുരം, കേൾക്കാത്തത് അതിമധുരം എന്ന് പറയുന്നതുകൊണ്ട് പരിശുദ്ധ ബാവ തിരുമേനിയെയും മെത്രാപ്പൊലീത്തമാരെയും വാഴ്ത്തുവാൻ മാത്രം എനിക്ക് വാക്കുകളില്ല. അവർ ക്രിസ്തുവിന്റെ കൗദാശിക സാന്നിധ്യമായി എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആശംസകളെയും ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ചെറിയ വാക്കുകളിലൂടെ ഒരുപാട് ആശയങ്ങൾ പങ്കുവച്ച അബ്രഹാം തോമസിനെ പറ്റിയ നന്ദി അർപ്പിക്കുകയാണ്. അടുത്ത പരിപാടി സോവന് പ്രകാശമാണ്. സോവനെ സംബന്ധിച്ച് സംസാരിക്കുവാനായിട്ട് സോവന് കമ്മിറ്റി ചെയർമാൻ റവറൻഡ് ഫാദർ പത്രോസ് ജബ്ബിൽകോട്ടിനെ സാധനം ചെയ്യും. പരിശുദ്ധ ബാവ തിരുമേനി ഉൾപ്പെടെയുള്ള സദസ്സിനെ വന്ദനം. വിനയസ്മിതം എന്ന ഒരു തലക്കെട്ടോടുകൂടി ഈ ഭദ്രാസനത്തിന്റെ മുഴുവൻ ചരിത്രവും കുന്നംകുളത്തിന്റെ ചരിത്രവും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം, മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ കാതോലിക്ക ബാവ നമ്മുടെ പിതാവിനെ ജീവചരിത്രം, അഭിമുഖം, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള നേതാക്കന്മാർക്ക്, സഭയുടെ നേതാക്കന്മാർക്ക്, വിവിധ സഭകളുടെ നേതാക്കന്മാർക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുവാനുള്ള ആശയങ്ങൾ എന്നിവ ചേർന്ന് 2 ഭാഗങ്ങളായിട്ടാണ് ഒരു സ്മാരക ഗ്രന്ഥം പോലെ ഭദ്രാസനത്തിൽ ഒരു എന്നും നിലനിൽക്കാൻ, പ്രത്യേകിച്ച് ഈ ജൂബിലിയുടെ സ്മരണികയായി അത് എന്നും നിലനിൽക്കുവാനായിട്ടാണ് ആ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുസ്തകത്തിന്റെ മുഴുവൻ അച്ചടികളും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഈ പ്രോഗ്രാം ഉൾപ്പെടെ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടിയിരിക്കുന്നു. ലേഖനങ്ങളെല്ലാം അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ ബാവ തിരുമേനിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം പല എഴുത്തുകളിലും വന്നിരിക്കുന്ന നിയുക്ത കാതോലിക്ക എന്ന പ്രയോഗങ്ങൾ തിരുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്പം കൂടെ അതിൻ്റെ ആശയങ്ങൾ നീണ്ടുപോയതാണ്.